ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നമായിരുന്നു കേരളത്തിലെ ആദ്യ സ്വകാര്യ ബസ് സർവീസ് ആരംഭിക്കുന്നതിന് കാരണമായത്. ഇന്നത്തെ കാഴ്ച നമുക്ക് ആ ചെറുപ്പക്കാരനെ പരിചയപ്പെടാം. നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചതിനെ കുറിച്ചാണ് പ്രേക്ഷകരോട് പങ്കിടുന്നത്. 1910 ആദ്യമായി ഒരു സ്വകാര്യ ബസ് സർവീസ് കേരളത്തിൽ ആരംഭിക്കുന്നത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇത് പാലം മുതൽ കോട്ടയം വരെയായിരുന്നു ആദ്യത്തെ ബസ് റൂട്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ജോസഫ് അഗസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഈ ബസ്സിനെ കുറിച്ച് അറിയുന്നത് തന്നെ യൂറോപ്യന്മാർ കോട്ടയം പാല പ്രദേശങ്ങളിൽ സുഗന്ധ വ്യഞ്ജന വ്യാപാരം നടത്തുന്ന കാലഘട്ടം. പാല എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് മാർക്കറ്റിൽ പാല പെപ്പറിന് തന്നെ പ്രത്യേകം പേര് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ട്രേഡ് മാർക്ക് ഉപയോഗിച്ചെന്നേ ഉള്ളൂ, പെപ്പറെല്ലാം ഒന്നുപോലെ തന്നെയാണ്. അപ്പം അത്രയ്ക്ക് പാലയ്ക്ക് ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യമാണ് വിദേശികൾക്ക് പോലും അറിയാമായിരുന്നു. ആ വ്യാപാരമായി ബന്ധപ്പെട്ട് ആ പേര് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചത്. ഈ യൂറോപ്യന്മാരിൽ നിന്നാണ് ബസ്സിനെ കുറിച്ച് ജോസഫ് അഗസ്റ്റിൻ എന്ന ചെറുപ്പക്കാരൻ മനസ്സിലാക്കുന്നത്. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ബസ് തൻ്റെ നാട്ടിൽ എത്തിക്കുക എന്നുള്ളത്. എന്നാൽ പിതാവിൻ്റെ മരണശേഷം പിതാവിൻ്റെ അനുജന്റെ സംരക്ഷണയിലാണ് ജോസഫ് അഗസ്റ്റിനും തൻ്റെ സഹോദരന് കഴിഞ്ഞിരുന്നത്. എന്നിരുന്നാലും അദ്ദേഹം പിതാവിൻ്റെ സഹോദരനോട് നിരന്തരം ഈ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ പിതാവിൻ്റെ സഹോദരൻ അതിന് ജോസഫ് അഗസ്റ്റിൻ്റെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ മദ്രാസിലെ സിംസൺ എന്നറിയപ്പെടുന്ന ഒരു കമ്പനിയുമായി ജോസഫ് അഗസ്റ്റിൻ ബന്ധപ്പെടുകയും സിംസൺ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഫ്രാൻസിൽ നിന്നും ബസ് കപ്പൽ മാർഗം എത്തിക്കാൻ തീരുമാനിച്ചു. അതിനു മുന്നേ 1908 മീനച്ചൽ മോട്ടോഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. 1910 അടുപ്പിച്ച് ഫ്രാൻസിൽ നിന്നും ഈ ബസ് കപ്പൽ മാർഗം കൊച്ചിയിലെത്തുകയും അവിടെ നിന്ന് നേരെ പാലയിലെത്തുകയാണ് ചെയ്തത്. ത്രോണിക് ക്രാഫ്റ്റ് എന്നറിയപ്പെടുന്ന ഫ്രാൻസ് കമ്പനിയാണ് ഈ ബസ് ജോസഫ് അഗസ്റ്റിന് കേരളത്തിൽ എത്തിച്ചെടുത്തത്. സിംസൺ കമ്പനിയുമായിട്ടുള്ള കരാറ് എന്ന് പറയുമ്പോൾ ബസ് എത്തിക്കുക മാത്രമല്ല, ആ ബസ്സിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുക, പിന്നെ ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറിന് പരിശീലനം കൊടുക്കുക, ഇതൊക്കെ കമ്പനി ഏറ്റെടുത്തിരുന്നു. അങ്ങനെ ജോസഫ് അഗസ്റ്റിൻ കുടുംബത്തിൽ തന്നെ ഒരു ചെറുപ്പക്കാരനെ ഡ്രൈവർ പരിശീലനത്തിന് മദ്രാസിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 1910 ആദ്യമായി പാലയിൽ നിന്നും കോട്ടയത്തേക്ക് ഒരു സ്വകാര്യ ബസ് സർവീസ് ആരംഭിക്കുന്നു. ഈ ബസ്സിന്റെ പ്രത്യേകത, ഈ ബസ് കൽക്കരി കൊണ്ട് ഓടുന്ന ബസ്സായിരുന്നു. അതാണ് പ്രത്യേകത. കൽക്കരി കൊച്ചിയിൽ നിന്നും വള്ളങ്ങളിൽ പാലയിൽ എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ ബസ് സർവീസ് ആരംഭിച്ചപ്പോൾ ധാരാളം ആൾക്കാർ, മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാർ ഈ ബസ് കാണാനും ബസ്സിൽ കയറാനും ഈ പാലയിൽ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം നമുക്കറിയാം, കൊച്ചിയിൽ ആദ്യമായിട്ട് മെട്രോ റെയിൽവേ വന്നപ്പോൾ ഈ മെട്രോയിൽ കയറാനും കാണാനും കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും കൊച്ചിയിൽ എത്തുമായിരുന്നല്ലോ. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ബസ് വന്നപ്പോൾ ജനങ്ങൾക്കൊരു അത്ഭുതം.
അതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളിൽ നിന്നും, പാലയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ ഈ ബസ് കാണാനും ബസ്സിൽ കയറാനുമായിട്ട് എത്തിയിരുന്നതായിട്ട് പറയുന്നു. മാത്രമല്ല, ജോസഫ് അഗസ്റ്റീൻ തൻ്റെ ബസ് റൂട്ടിൻ്റെ ദൂരം പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് മറ്റൊരു ബസ്സും കൂടെ പിന്നീട് അദ്ദേഹം വാങ്ങിച്ചതായിട്ടും പറയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം ഈ ബസ്സിന് കുറെ കാലങ്ങൾക്ക് ശേഷം ആ ബസ്സിന് കൽക്കരി എഞ്ചിന് പകരം പെട്രോൾ എഞ്ചിൻ ആക്കുന്നു എന്ന് പറയുന്നു. ഈ സമയത്ത് ഒന്നാം ലോക മഹായുദ്ധം 1914 ആരംഭിക്കുന്നു. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. അപ്പോൾ ഈ പെട്രോളിൻ്റെ ക്ഷാമവും ബസ്സിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്നതിൻ്റെ ക്ഷാമമൊക്കെ ആയപ്പോൾ 1922 ആയപ്പോഴത്തേക്ക് ജോസഫ് അഗസ്റ്റീൻ തൻ്റെ ബസ് സർവീസ് നിർത്തുകയാണ് ചെയ്തത്. പിന്നീട് നമുക്ക് ചരിത്രത്തിൽ പറയുന്നുണ്ട്, 1938 ആയപ്പോൾ തിരുവിതാംകൂർ സർക്കാരിൻ്റെ കീഴിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നു. ആദ്യത്തെ റൂട്ട് എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെയായിരുന്നു. പിന്നീട് ഈ തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് പിന്നീട് അത് കേരള സംസ്ഥാന രൂപീകൃതമായപ്പോൾ KSRTC ആയി മാറുന്നു. പിന്നെ നമ്മൾ ഗതാഗത സൗകര്യങ്ങൾ വളരെ മുന്നിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നാൽ പാലക്കാരനായ ജോസഫ് അഗസ്റ്റീൻ എന്നൊരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നം നമുക്ക് ആദ്യത്തെ സ്വകാര്യ ബസ് സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞതാണ് ചരിത്രത്തിൽ എടുത്തു പറയുന്ന ഒരു സംഭവം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു. നന്ദി, നമസ്കാരം.